CMRL എക്സാലോജിക് കരാറിലെ SFIO റിപ്പോർട്ട് അന്വേഷണ റിപ്പോർട്ടായി പരിഗണിക്കാമെന്ന് വിചാരണ കോടതി. കുറ്റം ചുമത്തുന്നതിന് മതിയായ തെളിവുണ്ടെന്ന് കോടതി ഉത്തരവിൽ പറയുന്നു. കമ്പനി നിയമത്തിലെ 129, 134, 447 വകുപ്പുകൾ നിലനിൽക്കും. തുടർ നടപടികൾ സ്വീകരിക്കാൻ കേസ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് കൈമാറി. അഹമ്മദ് മുസ്തഫ വിശദാംശങ്ങൾ നൽകും. മുസ്തഫ, പ്രതികൾക്ക് എന്ന് വെച്ചാൽ CMRLനും എക്സാലോജിക് കമ്പനികൾക്കും കാര്യമായ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്, നീക്കമാണ് നടന്നിരിക്കുന്നത്. എങ്ങനെ കാണാം? നിലവിലെ കുറ്റകൃത്യമായി പരിഗണിക്കാൻ മതിയായ തെളിവുകളുണ്ട്, സഫീഷ്യന്റ് ഗ്രൗണ്ട്സ് ഉണ്ട്, മെറ്റീരിയൽസ് ഉണ്ടെന്നാണ് ഈ കുറ്റപത്രം പരിശോധിച്ച് പ്രാഥമികമായി അഡീഷണൽ സെഷൻസ് കോടതി ഇതിനകത്ത് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ കമ്പനി നിയമപ്രകാരമുള്ള 129, 134, 4447 വകുപ്പുകൾ അത് നിലനിൽക്കുമെന്ന് കോടതി പറയുന്നു. അതായത് വഞ്ചന, തെറ്റായ വിവരങ്ങൾ നൽകി തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. പക്ഷേ 628 വകുപ്പ് ഈ കമ്പനി നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ട്, ഈ കമ്പനി നിയമവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ നിന്ന് ആ വകുപ്പ് ഈ റിപ്പോർട്ടിൽ നിന്ന് കോടതി ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് ബാലൻസ് ഷീറ്റ് സംബന്ധിച്ചുള്ള ഒരു കുറ്റമാണ്, അത് വിചാരണ കോടതി അത് ഒഴിവാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ റിപ്പോർട്ട് ഇപ്പോൾ ഹർജി ഈ CMRLന്റെ എതിരായുള്ള അല്ലെങ്കിൽ SFIO ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ അന്വേഷണ റിപ്പോർട്ട് അതൊരു പോലീസ് റിപ്പോർട്ട് പോലെ പരിഗണിക്കാം എന്നുള്ളതാണ് കോടതി പറയുന്നത്. സാധാരണഗതിയിൽ ഈ SFIO റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അതിനകത്ത് വിശദമായ മെറ്റീരിയൽസും ഗ്രൗണ്ട്സും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു സമഗ്രമായ ഒരു അന്വേഷണ റിപ്പോർട്ട് പോലെ പരിഗണിക്കാമെന്ന് കൂടി കോടതി പറയുന്നുണ്ട്. എന്തായാലും ഈ ഫയലിൽ സ്വീകരിച്ച ഈ കേസ്, ഈ റിപ്പോർട്ട് ഇനി തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് കൈമാറിയിട്ടുണ്ട്. നിലവിൽ അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഈ കേസ് പരിഗണിക്കുന്നത്. അവിടെയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി 7 സാമ്പത്തിക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുന്ന ഒരു കോടതി, ആ കോടതിക്കകത്താണുള്ളത്. ഇനി അത് ജില്ലാ കോടതിക്ക്, പ്രിൻസിപ്പൽ കോടതിക്ക് കൈമാറിയിട്ടുണ്ട്. ആ കോടതിയാണ് ഇനി ഇത് ഏത് കോടതിക്ക് കൈമാറണം എന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുക. എന്തായാലും നിലവിൽ ഈ വിചാരണ ക്രിമിനൽ നടപടിക്രമം അനുസരിച്ചല്ല, കമ്പനി നിയമത്തിലെ നടപടിക്രമങ്ങൾ അനുസരിച്ചാണ്. BNSS പ്രകാരം ഏതെങ്കിലും ഒരു തരത്തിൽ അങ്ങനെ ഒരു വിചാരണ നടപടികളിലേക്ക് പോകാൻ കഴിയില്ല. കമ്പനി നിയമത്തിലെ നടപടിക്രമങ്ങൾ അനുസരിച്ചാണ് ഈ വിചാരണ ഉണ്ടാകുക എന്നതുകൂടി ഈ റിപ്പോർട്ടിനകത്തുണ്ട്. എന്തായാലും SFIO കംപ്ലൈന്റ് ഒരു അന്വേഷണ റിപ്പോർട്ടായി പരിഗണിക്കാമെന്നുകൂടി ഇതിനകത്ത് കോടതി പറയുന്നുണ്ട്. സൈഫുദ്ദീൻ.